മറ്റാരുണ്ട് LDF അല്ലാതെ? രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പിടിച്ചെടുത്ത കാരവനുകളുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കാരവനുകൾ പിടിച്ചെടുത്തത്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, 2 കാരവനുകളാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. സിനിമാ സെറ്റിൽ നിന്നാണോ പിടിച്ചെടുത്തത്? ഈ കാരവനുകൾ ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു. ഇതിൽ ഏത് കാരവനിലാണ് ഈ ലൈംഗികാതിക്രമം നടന്നത് എന്ന് വ്യക്തമാകുന്നുണ്ടോ? അപ്പോൾ കാരവൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി, അതിനകത്ത് ഉള്ള തെളിവെടുപ്പ് കൂടി രഞ്ജിത്തുമായി നടത്തുമെന്നുള്ള കാര്യങ്ങളാണല്ലോ അറിയുന്നത്. സ്മൃതി, ഈ കാരവനുകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ കാരവൻ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഈ കാരവൻ എവിടെയാണ്, കാരവൻ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ കാരവൻ എവിടെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത് ചങ്ങനാശ്ശേരിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് SIT സംഘം അവിടെ എത്തി ഈ കാരവനുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ 2 കാരവനുകളും കസ്റ്റഡിയിൽ എടുക്കാൻ കാരണം 2 കാരവനുകൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യുവനടിയോട് നേരത്തെ മൊഴിയെടുക്കുന്ന സമയത്ത് ചോദിച്ചപ്പോഴും അവർക്ക് കൃത്യമായി ഏത് കാരവനാണെന്ന് പറയാൻ കഴിഞ്ഞില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരവൻ, ഈ 2 കാരവനുകളിൽ ഏത് കാരവനിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പിലേക്ക് കൂടി പോലീസ് നീങ്ങുകയാണ്. എന്തായാലും രഞ്ജിത്തിനെ അല്പസമയം മുമ്പാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ കാരവനിൽ, അത് കാരവൻ ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്, കാരവൻ ഉള്ള സ്ഥലത്തേക്ക് രഞ്ജിത്തിനെ എത്തിക്കും. അതിനുശേഷം തെളിവെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യും. ഈ കാരവനുള്ളിൽ CCTV ദൃശ്യങ്ങൾ പതിവുള്ളതല്ല. അപ്പോൾ കാരവന്റെ പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ കാരവന് പുറത്തുള്ള ദൃശ്യങ്ങളിൽ രഞ്ജിത്ത് ഒപ്പം തന്നെ യുവനടിയൊക്കെ തന്നെ ഉള്ളിലേക്ക് വരുന്നത്, കാരവനിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട തെളിവായി അവതരിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തേക്കാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് മാത്രമല്ല, വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. ഈ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയം അന്വേഷണ സംഘത്തിന് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് രഞ്ജിത്തിനൊപ്പം കാറിൽ 2 പേരുണ്ടായിരുന്നു. ഒന്ന് നടനായ ബോബി കുര്യനും ഒപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശാലിനിയും. ഈ 2 പേരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിനിടയിലാണ് രഞ്ജിത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലും നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായ കാരവൻ പോലീസിനെ കണ്ടെത്താനും അത് പിടിച്ചെടുക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 കാരവനുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് കൊച്ചിയിലേക്ക് എത്തിച്ചത് ഇന്നലെ രാത്രി തന്നെ ഈ 2 കാരവനുകളും ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം പോലീസ് ഇതിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ കാരവന്റെ പുറത്ത് CCTVകളുണ്ട്. അങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. SS ശരനാണ് വിവരങ്ങൾ നൽകിയത്. കാരവന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്.